future managers, welcome to our channel MBA Chaser. So നമുക്ക് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്നാപ്പ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. സ്നാപ്പ് എക്സാം എന്ന് പറയുമ്പം സിംബയോസിസ് എക്സാമാണ്. സിംബയോസിസ് കോളേജുകളിൽ കിട്ടാൻ വേണ്ടിയുള്ള എക്സാംസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. അതിനെപ്പറ്റി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരാണെങ്കിൽ സിംബയോസിസ് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. സോ ഇതും കേറ്റീവ് സാറ്റും പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും. സിംബയോസിസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ 80 സിറ്റീസിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മിക്ക സിറ്റീസിലും ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. എന്ന് പറയുമ്പോൾ 60 മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാം. 1 മണിക്കൂർ തികച്ചില്ല. 1 മണിക്കൂറുണ്ട്, അത് മാത്രം നിങ്ങളുടെ കയ്യിൽ. സോ നമുക്ക് ഡേറ്റ്സിനെ രജിസ്ട്രേഷൻ ടൈം ലൈനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആഗസ്റ്റ് ഫസ്റ്റ് തൊട്ടേ നമുക്ക് ഫസ്റ്റ് വീക്ക് തൊട്ടേ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി. നവംബർ 22 വരെ നമുക്ക് രജിസ്ട്രേഷൻ കാണും. സോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പം വേണോ ചെയ്യാം. പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യണമായിരിക്കും അത്രയും നല്ലത്. മനസ്സിലായോ? സോ ഇത് 3 ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് സീരീസ് 3 ആയിട്ടാണ്. നിങ്ങൾക്ക് 3 ടെസ്റ്റ് ഈ സ്നാപ്പ് എക്സാമിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം സ്നാപ്പ് എക്സാമിൻ്റെ 3 ടെസ്റ്റ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. പക്ഷേ അതിന് ഓരോന്നിനായിട്ട് പൈസ കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ 3 ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് 3 കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മാത്രമേ അവർ സ്നാപ്പിൻ്റെ ഇതിലെടുക്കുള്ളൂ. ഏറ്റവും കൂടുതൽ മാർക്ക് മാത്രമേ അവർ മാർക്കായിട്ട് എടുക്കുകയുള്ളൂ. സോ ഡിസംബർ 6 ആദ്യത്തെ എക്സാം, രണ്ടാമത്തെ ഡിസംബർ 14, മൂന്നാമത്തെ ഡിസംബർ 20. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 1 ആഴ്ച മുമ്പ് തന്നെ കിട്ടും പരീക്ഷയ്ക്ക്. സോ രജിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് ഫീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ 2250 പെർ അറ്റംപ്റ്റ് ആണ്. എന്ന് പറയുമ്പം ഇപ്പോൾ 3 എക്സാം ആണെങ്കിൽ ഓരോ എക്സാംസിനും 2250 രൂപ വെച്ച് അടയ്ക്കണമെന്നാണ്. ഞാൻ പറഞ്ഞ പോലെ 3 എക്സാംസ് നിങ്ങൾ അപ്പിയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് ഈ 1000 രൂപ നിങ്ങൾക്ക് ഈ സ്നാപ്പ് കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പൈസയാണ്. അത് വേറെ ഒന്നും റീഷെഡ്യൂൾ ചെയ്യൂല സ്നാപ്പ് എക്സാം. സോ സ്നാപ്പ് എക്സാമിൻ്റെ എക്സാം പാറ്റേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ 60 മിനിറ്റ് ആണ് എക്സാം. ഞാൻ പറഞ്ഞില്ല 1 മണിക്കൂറുണ്ട്. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 60 മിനിറ്റ്, 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ ടൈം ലിമിറ്റ്സ് ഇല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ CAT 12 എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈം ലൈനിൽ നിങ്ങൾ നിർത്തിയിരിക്കണം. അവർ അടുത്ത വിൻഡോയിലോട്ട് പോകും. ഇപ്പോൾ ആദ്യം ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ നേരെ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത LRDAയിലോട്ട് പോകും. പക്ഷേ ഇതിലങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. -0.25 ആണ് മാർക്കിംഗ്. അത് മനസ്സിൽ കൂർപ്പിച്ച് വെച്ചോളണം. നെഗറ്റീവ് മാർക്കുണ്ട്. ചുമ്മാ കയറി അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കുക. സോ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ MBA എക്സാംസ് പോലെ തന്നെ ഇതും ജനറൽ ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇൻ ദി കേസ് ഓഫ് ദി ജനറൽ ഇംഗ്ലീഷ് കോമൺലി ഉള്ള റീഡിങ് കോംപ്രിഹെൻഷൻ അത് സെറ്റാക്കണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എല്ലാം വായിക്കാം. വെർബൽ റീസണിങ്, വെർബൽ എബിലിറ്റീസ്, ദെൻ ലോജിക്കൽ റീസണിങ്, പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ബ്ലഡ് റിലേഷൻസ്, ദെൻ ക്രിട്ടിക്കൽ റീസണിങ്, സീരീസ് ആൻഡ് കോഡിങ് ആൻഡ് ഡീകോഡിങ് ഭയങ്കര എളുപ്പമാണ്. അതെല്ലാം പഠിക്കണം. ഇതിൽ ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ച് പഠിച്ചോളൂ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പം അരിത്തമെറ്റിക്സ് നിങ്ങൾ പഠിച്ച് സെറ്റായ മാത്സ് നിങ്ങൾക്ക് പക്കയാണ്. കാരണം അരിത്തമെറ്റിക്സിൽ നിന്നാണ് മുക്കാൽ ക്വസ്റ്റ്യൻസും എല്ലാ MBA എൻട്രൻസ് എക്സാംസിനും പറഞ്ഞത്. പിന്നെ ആൾജിബ്ര, ജോമെട്രി, നമ്പർ സിസ്റ്റം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ജോമെട്രിയൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്. ഭയങ്കര ഈസിയാണ്. ഞാൻ ഇപ്പം എൻ്റെ ചാനലിൽ നമ്മളെ MBA ചേസറിനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അടുത്ത് കീ ഫീച്ചേഴ്സ് ആൻഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. സോ ടൈം എഫിഷ്യൻസി 1 മണിക്കൂറേ ഉള്ളൂ. അതാണ് ടൈം എഫിഷ്യൻസി. നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്ത് തന്നെ പഠിക്കണം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിൽ തന്നെ തീർക്കാൻ നോക്കണം. ടഫസ്റ്റ് സെക്ഷൻ എല്ലാ MBA എൻട്രൻസ് എക്സാംസ് പോലെ ലോജിക്കൽ റീസണിങ് ആയിരിക്കും. സോ അടുത്ത എക്സാം ഡേറ്റ് ആൻഡ് റിസൾട്ട് ഹൈലൈറ്റ്സ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിറ്റ് കാർഡ് മാൻഡേറ്ററി ആണ്. ഡോക്യുമെൻസിൻ്റെ അത് ഹാൾ ടിക്കറ്റ് തന്നെ കാണിച്ചിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകണം, ഫോട്ടോ കൊണ്ടുപോകണോ, അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചിട്ടേ പോകാം അഡ്മിറ്റ് കാർഡ്. ദെൻ റിസൾട്ട് early 2026 തന്നെ അത് വരും. ജൂലൈയിൽ തന്നെ സംഭവം എത്തും.
ജൂലൈയിൽ എത്തിയ ഉടനെ അവരെ സിംബയോസിസ് കോളേജിലുള്ള അവരെ ടെസ്റ്റ് തുടങ്ങും. പേഴ്സണൽ ഇൻ്റർവ്യൂ, അതിന് മുമ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, റൈറ്റിംഗ് എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, എല്ലാം നല്ല ഷാർപ്പായിരിക്കും. ഫെബ്രുവരി തന്നെ അവർ നടത്തും. പിന്നെ അവർ സിംബയോസിസ് കോളേജിൽ നിങ്ങളെ സ്കോർ വെച്ചിട്ട് ഏത് കോളേജിൽ വേണോ, പല പല കോളേജസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു കോളേജിലാക്കും. So thank you. So thank you for having this much time with us. Have a good day. ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ സ്നാപ്പും. എല്ലാ MBA എക്സാംസും ക്രാക്ക് ചെയ്യാം. ഒരിക്കലും കേരളത്തിൽ ചെന്ന് അടുക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കല്ലെന്ന് ഞാൻ പറയുമോ.